കെലോണ ഒരു റിട്ടയർമെന്റ് നഗരമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചുവല്ലോ. എങ്കിലും കെലോണ വാൻകൂവർ പോലെ അത്ര തിരക്കുള്ള ഒരു സ്ഥലമല്ല. മിക്ക കടകളും 8 മണിക്ക് തന്നെ അടയ്ക്കും. മാർച്ച് 18-ന് വിവാഹ വാർഷികമായതിനാൽ ഡിന്നർ കഴിക്കാൻ ഏതെങ്കിലും ഒരു കട തിരഞ്ഞെടുക്കണമായിരുന്നു. ഒരു പബ്ബിൽ പോകാം എന്ന് കരുതി താമസിച്ച റോയൽ ആൻഡ് ഹോട്ടലിനോട് ചേർന്നുള്ള പബ്ബിൽ ചെന്നപ്പോൾ പിള്ളേരുള്ളതിനാൽ അവിടെ കയറ്റിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഡെലവേറിലുള്ള ഒരു പബ്ബിൽ പോകുമ്പോൾ എല്ലാ ദിവസവും അവിടുത്തെ ബാർട്ടൻഡറായിരുന്ന അമ്മച്ചി എന്റെ ID വാങ്ങി നോക്കുമായിരുന്നു. ഇവിടെ പ്രായത്തിൽ കുറഞ്ഞവർക്ക് മദ്യമോ മറ്റോ നൽകിയാൽ കിട്ടുന്ന ശിക്ഷ ആ ബാറിന്റെ ലൈസൻസ് കൂടി പോകുന്നതാണ്. നമ്മുടെ നാട്ടിലും ഇത്തരം നിയമങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ 10ാം ക്ലാസ്സുകാരൻ പരീക്ഷ എഴുതാൻ വന്നത് മദ്യക്കുപ്പിയുമായി എന്ന് ഒരു വാർത്ത വായിച്ചതായി ഓർക്കുന്നു. നിയമം എഴുതി വെക്കാനുള്ളതല്ലോ, നടപ്പിലാക്കുന്നതല്ലേ പ്രധാനം. കുറെ പരതലിന് ശേഷം ഞങ്ങൾ റോയൽ പഞ്ചാബി എന്ന റെസ്റ്റോറന്റ് ഡിന്നറിനായി തീരുമാനിച്ചു. കാനഡയിൽ വളരെയധികം പഞ്ചാബികളുണ്ട്. 19ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ ഇവിടെ റെയിൽവേ പണിയാനായി വന്നു തുടങ്ങിയ പഞ്ചാബികൾ ഇപ്പോൾ ഇവിടെ വലിയ രാഷ്ട്രീയ സ്വാധീനം ചെലുത്താൻ പാകത്തിൽ വളർന്ന കമ്മ്യൂണിറ്റിയായി. ഡോക്ടർമാർ, അധ്യാപകർ, ബിസിനസ്സുകാർ, ബിൽഡേഴ്സ്, അങ്ങനെ എല്ലാ തലത്തിലും അവർ വളർന്നു പന്തലിച്ചു നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് കാനഡ. കെലോണയിൽ നീ പറയാനുള്ളത് റോയൽ ആൻ എന്ന ഹോട്ടലിനെ കുറിച്ചാണ്. ചരിത്രം ഏറെ പറയാനുള്ള 1910 മറ്റോ തുടങ്ങിയ ഹോട്ടൽ 1950-ലും 1971 അഗ്നിക്കിരയാവുകയും 1982 ഇപ്പോൾ കാണുന്ന രീതിയിൽ നിർമ്മിതി പൂർത്തിയാക്കുകയും ചെയ്തു എന്ന് അവിടെ ഭിത്തിയിൽ പതിച്ചിരിക്കുന്ന ചിത്രം പറയുന്നുണ്ടായിരുന്നു. ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ബുക്ക് ചെയ്യുന്ന സമയം ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ കൂടിയാണ് റോയൽ ആൻ തിരഞ്ഞെടുത്തത്. ചരിത്രം പേർന്ന ഈ ഹോട്ടലിന്റെ ആതിഥ്യ മര്യാദയാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. കെലോണയിൽ ബിസിനസ് മീറ്റിംഗിലേക്ക് വരുന്ന ആളുകൾ ഒരു ഹോട്ടലാണ് ആൻ. കുട്ടികളുമായി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ചെന്നപ്പോൾ കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ മിക്കി മൗസിന്റെ രൂപത്തിൽ 2 പാൻ കേക്കുമായി വന്നു. കേശുവിനും ശ്രീകുട്ടിക്കും അത് നന്നേ ബോധിച്ചു. പലതരം ഇംഗ്ലീഷ് വിഭവങ്ങളുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഈസ്റ്റർ മാസം നോയമ്പായതുകൊണ്ടാണോ എന്നറിയില്ല, മീറ്റ് വിഭവങ്ങൾ ഒട്ടും ഉണ്ടായിരുന്നില്ല. ഫുഡ് കഴിഞ്ഞ് ഇറങ്ങാൻ നേരം ആ സ്ത്രീയോട് ഞങ്ങളൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാനും മറന്നില്ല. കെലോണ സമ്മറിൽ ഒരു ഹാപ്പനിങ് സിറ്റിയാണ്. പാരാഗ്ലൈഡിംഗ്, ബോട്ടിംഗ്, ഫിഷിംഗ്, അങ്ങനെ പലവിധ ആക്ടിവിറ്റികൾ. ഞങ്ങൾ വന്ന സമയം തണുപ്പ് കഴിഞ്ഞ് മഴ തുടങ്ങുന്ന സമയമായതിനാൽ മെയിൻ ആക്ടിവിറ്റികളൊന്നും ഫുൾ സ്വിംഗിൽ തുടങ്ങിയിട്ടില്ല. അങ്ങനെ കെലോണയിൽ എന്ത് ചെയ്യുമെന്ന ചോദ്യം ഞങ്ങളുടെ മുമ്പിൽ ഒരു കീറാമുട്ടിയായിരുന്നു. പിള്ളേർ എന്തായാലും രാവിലെ ഫുഡ് കഴിച്ചു. ഇനി അവർക്ക് വേണ്ടത് അത് ദഹിക്കാൻ പാകത്തിൽ എന്തെങ്കിലും ഒരു ജോലിയാണ്. അതിന് പറ്റിയ പാർക്ക് വല്ലതും അടുത്തുണ്ടോ എന്ന് ഗൂഗിളിൽ തപ്പി. തൊട്ടടുത്ത് തന്നെ ഒരു പാർക്ക് കണ്ടു. അവിടെ ചെന്നപ്പോൾ അവർ ഹാപ്പി. അവിടുത്തെ സ്വിംഗ് പിള്ളേർ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്തത് ഒരു വൈൻ യാർഡാണ്. പഴങ്ങളിൽ നിന്നും വൈൻ ഉണ്ടാക്കുന്ന സ്ഥലം. വിന്ററിന്റെ അവസാനമാണ്. ഒരു ചെടിയിലും നല്ല രീതിയിൽ ഇലകൾ പോലും പിടിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ വൈൻയാർഡിൽ മുന്തിരിയും ആപ്പിളും ഒക്കെ ഉണ്ടാകും? സംശയം അസ്ഥാനത്തായില്ല. ചെന്ന വൈൻയാർഡിൽ മുന്തിരി വള്ളിയിൽ ഒരു ഇല പോലും കിളിർത്തിട്ടില്ല. ഇവിടുത്തെ വൈൻയാർഡ് ഒരു റിസോർട്ട് പോലെയാണ്. താമസ സൗകര്യവും റെസ്റ്റോറന്റ് സംവിധാനവും ഒക്കെ ഉള്ളവ. അവിടെ കയറി ടിക്കറ്റ് എടുത്ത് വൈൻ ടേസ്റ്റ് ചെയ്യുന്നതാണ് ഒരു വിസിറ്റർ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുക. എന്നാൽ തിരിച്ച് വണ്ടി ഓടിക്കേണ്ടതിനാൽ വൈൻ ടേസ്റ്റ് വേണ്ട എന്ന് വെച്ചു. എന്നാൽ അവിടെ കയറി ഒരു കുപ്പി വൈൻ വാങ്ങി വരാമെന്ന് കരുതിയപ്പോൾ ചിന്നു കണ്ണുരുട്ടി. അങ്ങനെ വൈൻയാർഡ് ഒരു ഗംഭീര ഫ്ലോപ്പായി മാറി. ഇപ്പോൾ സമയം 12 അടുക്കുന്നതേ ഉള്ളൂ. ഇനി അടുത്തത് എന്ത്? ഇനി ഒരു കാഴ്ച കൂടി കണ്ടിട്ട് തിരിച്ചു പോകണം. അതായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈൻയാർഡിൽ നിന്ന് നോക്കുമ്പോൾ നദീമുഖത്ത് ഒരു ചെറിയ ടൗൺഷിപ്പ് കണ്ടത്. എങ്കിൽ അങ്ങോട്ട് പോയി അവിടുത്തെ ജീവിതരീതിയും വീടുകളും ഒക്കെ ഒന്ന് കണ്ടിട്ട് നേരെ തിരിച്ച് വണ്ടി വിടാം എന്ന് തീരുമാനിച്ചു. ഗംഭീരമായ വീടുകൾ. ഒട്ടുമിക്ക വീടുകളിലും ബോട്ടും ട്രക്കും ഒക്കെ നിർത്തിയിട്ടിരിക്കുന്നു. ജീവിതം ആഘോഷിക്കുന്ന സായിപ്പന്മാർ താമസിക്കുന്ന സ്ഥലം. അതിനിടെ ഇവിടെ നിങ്ങൾക്ക് എന്ത് കാര്യം എന്ന മട്ടിൽ നോക്കിക്കൊണ്ട് വളർത്തുനായുമായി ഒരു സ്ത്രീ ഞങ്ങളെ നോക്കി കടന്നുപോയി. ഇനി അവിടെ കിടന്ന് കൂടുതൽ ചുറ്റിത്തിരിയേണ്ട, അവർ പോയി 911 വിളിച്ചുകളയും എന്ന് മനസ്സിലാക്കി മാപ്പിൽ വാൻകൂവർ ഇട്ട് ഞങ്ങൾ തിരിച്ചു യാത്ര തുടങ്ങി. റോഡിന്റെ ഇരുവശത്തും വെച്ചിരിക്കുന്ന വേസ്റ്റ് ബിൻ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഈ രാജ്യം ഇത്രയും വൃത്തിയായി കിടക്കുന്നതിന്റെ പ്രധാന കാര്യം ആ വേസ്റ്റ് ബിന്നും അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സംസ്കാരവും ഇവിടെ ഉള്ളതാണ്. ഞങ്ങളുടെ ഇടയിൽ ഇത്രയും ദിവസം മടക്കി വെച്ചിരുന്ന ഓഫീസ് ചർച്ചകൾ മെല്ലെ തലപൊക്കി. ഇനി അടുത്ത വെക്കേഷനാണുള്ള ഒരു കാത്തിരിപ്പ്. ഇതുവരെയൊക്കെയുള്ള വീഡിയോകൾ ഇത്രയും ക്ഷമയോടെ കണ്ടവരോട് 2010 മറ്റോ തുടങ്ങിയ ഒരു ചാനലാണിത്. കാര്യമായ പോസ്റ്റിംഗ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി എങ്ങനെയാകും എന്നും അറിയില്ല. തവണ യാത്രയും യാത്രാവിശേഷവും ഒക്കെ ഒന്ന് ചെയ്തു നോക്കാം എന്ന് കരുതി ചെയ്തതാണ്. കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബോ ലൈക്കോ ഒക്കെ ചെയ്താൽ ഇനിയുമുള്ള വീഡിയോകൾ ചെയ്യാൻ ഒരു ഊർജ്ജമാകും. പിന്നെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ കാണാം.